ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്വന്തമായിട്ടൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 സ്വിച്ചും 3 3-പിൻ സോക്കറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്വിച്ച് വേണ്ടത് അതിനനുസരിച്ചുള്ള ബോക്സിന് നീളം കൂട്ടാവുന്നതാണ്. ഈ ബോക്സിനകത്ത് തന്നെ നമ്മൾ ഈ ബോക്സ് മേളിലായിട്ട് ടൈറ്റ് ചെയ്യേണ്ട സ്ക്രൂ വെച്ചേക്കും. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇവിടെ സോക്കറ്റും സ്വിച്ചും സെറ്റ് ചെയ്യാൻ വേണ്ടത് ആ രീതിയിൽ അവിടെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. സോക്കറ്റ് സ്വിച്ചും നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യും മുമ്പായിട്ട് തന്നെ നേരെയാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. സ്വിച്ച് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിൽ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. സ്വിച്ചിൻ്റെ അടിയിലത്തെ പോയിന്റിൽ നിന്നും സോക്കറ്റിൻ്റെ L എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് ഇതുപോലൊരു ചെമ്പ് കമ്പിയോ വയറോ സെറ്റ് ചെയ്യാം. ഈ രീതിയിൽ തന്നെ ബാക്കി 2 സ്വിച്ചിലും സോക്കറ്റിനും ഇങ്ങനെ തന്നെ വയറിങ് കൊടുക്കാം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ യു ടൈപ്പ് രീതിയിലൊരു വയർ എടുത്തിട്ട് ഒരറ്റം സോക്കറ്റിൻ്റെ N എന്ന് പറയുന്ന ഭാഗത്തും മറ്റേ അറ്റം രണ്ടാമത്തെ സോക്കറ്റിൻ്റെ N എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കണം. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ സോക്കറ്റിൻ്റെ Nൽ നിന്നും മൂന്നാമത്തെ സോക്കറ്റിൻ്റെ N എന്ന് പറയുന്ന പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കണം. എല്ലാ രീതിയിലും നമ്മൾ ന്യൂട്രാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ രീതിയിൽ ന്യൂട്രൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ന്യൂട്രും ഫേസും വരുന്ന രീതിയാണ് സോക്കറ്റിലോട്ട്. ഇനി നമുക്ക് ഫേസ് മാത്രം സ്വിച്ചിലോട്ട് വരാനായിട്ട് ഈ ഒരു രീതിയിൽ സ്വിച്ചിൻ്റെ എല്ലാ മുകൾ ഭാഗത്തായിട്ടും വയറിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി 3-പിൻ സോക്കറ്റിലോട്ട് നമുക്ക് എർത്ത് കൊടുക്കാനായിട്ട് 3-പിൻ സോക്കറ്റിൻ്റെ നടുക്കായിട്ട് വരുന്ന വലിയ ആ പിന്നിലോട്ട് നമുക്ക് വയറ് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. 3 സോക്കറ്റിലോട്ടും എർത്ത് ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് ന്യൂട്രൽ ഫേസ് ലൈൻ എന്ന രീതിയിൽ വെളിയിലോട്ട് പോകുന്ന വയറ് കണക്ട് ചെയ്യാം. ഈ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സോക്കറ്റിൻ്റെ ന്യൂട്രലിലോട്ടാണ്. രണ്ടാമത്തെ വയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്വിച്ചിൻ്റെ മുകളിലായിട്ട് ലൈനാണ്. മൂന്നാമത്തെ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സോക്കറ്റിൻ്റെ എർത്താണ്. ആദ്യത്തെ വയർ സോക്കറ്റിൻ്റെ 3 ന്യൂട്രായിട്ടും ബന്ധിപ്പിക്കണം. രണ്ടാമത്തെ വയർ സോക്കറ്റിൻ്റെ എർത്തായിട്ട് കണക്ട് ചെയ്യണം. മൂന്നാമത്തെ വയർ നമ്മുടെ സ്വിച്ചിലോട്ട് വരുന്ന ലൈനാണ്. അത് 3 സ്വിച്ചിലും ഒരേ രീതിയിൽ തന്നെ മുകളിൽ കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ വയറിങ്. ബോക്സിൻ്റെ അകത്ത് നിന്നും പുറത്തോട്ടുള്ള വയർ വലിക്കാനായിട്ട് ബോക്സിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വയറിന് നീളം കൂട്ടി നിങ്ങൾക്കൊരു 3-പിന്നും കൂടെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു എക്സ്റ്റൻഷൻ ബോക്സായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ NCBയിലോട്ട് നേരിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്വിച്ച് ബോർഡായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പുറത്തേക്ക് എടുത്ത വയറ് നോട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.